ഹലോ ഗൈസ്, എല്ലാവർക്കും ലിയോണസ് SSLCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ SSLC മാത്സിലെ ചാപ്റ്റർ 9 ജിയോമെട്രി ആൻഡ് ആൽജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പാർട്ട് 4 വന്നിരിക്കുന്നത്. നമ്മുടെ മാസ്റ്റർ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്യാമിതിയും ബീജഗണിതം അഥവാ ജിയോമെട്രി ആൻഡ് ആൽജിബ്രയുടെ 3 പാർട്ട് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു പാർട്ട് വരാൻ കുറച്ച് ഡിലേ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം നമുക്ക് മറ്റേ സബ്ജക്ട്സിൻ്റെ ഒക്കെ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിലേ ചെയ്തേ ഉള്ളൂ. കുഴപ്പമില്ല, നമ്മൾ ഇനിയും വീണ്ടും ഇതൊന്ന് ആക്റ്റീവ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ അതുപോലെ തന്നെ മാസ്റ്റർ സീരീസിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസൊക്കെ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജ്യാമിതിയും ബീജഗണിതം എന്ന പറയുന്ന ചാപ്റ്ററിലെ 4ാമത്തെ പാർട്ടാണ്. സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ സാമാന്തരികത്തിന്റെ 4ാം മൂല, മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ്, അംശബന്ധം, റേഷ്യോ, ഈ ഒരു 3 ടോപ്പിക്ക് നമ്മൾ നേരത്തെ കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, അത് പോയി കാണുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പാർട്ട് കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറയുന്ന പാർട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ചെരിവ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങളുടെ SSLC പബ്ലിക് എക്സാമിന് വളരെ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് 2 3 4 മാർക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സ്ലോപ്പ് എന്ന് പറയാൻ ചെരിവ്. മലയാളം മീഡിയക്കാർക്ക്, മലയാളം മീഡിയത്തിൽ എഴുതിയില്ല, മലയാളം മീഡിയത്തിൽ ചെരിവ് എന്നാണ് പറയുന്നത്. ചെരിവ് അതിനെ സൂചിപ്പിക്കുന്ന സ്മോൾ ലെറ്റർ എം ആണ്. അതൊന്ന് നോക്കി വെക്കുക. സ്മോൾ ലെറ്റർ എം ആണ് ചെരിവിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഈ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ, ഈ ഒരു കൺസെപ്റ്റ് എടാ നോക്കുക. ഇത് വൈ അക്ഷമാണ് പോകുന്നത്. വൈ ഡാഷ്, ഇത് എക്സ്, ഇത് എക്സ് ഡാഷ്. ഓക്കെ, ഇത് പോയിക്കോട്ടെ, നമുക്ക് അത് വിഷയമില്ല. ഈ ഒരു കോർഡിനേറ്റിൽ കൂടെ ഒരു എന്താ പറയാ ബിന്ദു പോകുന്നുണ്ട്. 2 ബിന്ദുവിനെ കൂടി ചേർത്തൊരു വര പോകുന്നുണ്ട്. ഇവിടെ ഒരു ബിന്ദുവുണ്ട്, ഇവിടെ ഒരു ബിന്ദുവുണ്ട്, ഇവിടെ ഒരു ബിന്ദുവുണ്ട്. ഓക്കെ, ഈ 2 ബിന്ദുവിൽ കൂടെ ഒരു വര കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു കോണുണ്ടാവും. ഓക്കെ, ഈ ഒരു എക്സ് അക്ഷത്തിലൂടെയും ഈ ഒരു ബിന്ദുവിനും ഇടയ്ക്ക് ഒരു കോൺ ഉണ്ടാകുന്നു. ആ കോൺ ഏതാ നമുക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ തീറ്റ എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ തീറ്റയുടെ ഭാഗത്ത് സ്ഥലത്ത് ഏത് കോൺ വേണേലും ഇടാം. ഇപ്പം ഈ ഒരു വര ഇങ്ങനെ പോകുന്നതെങ്കിൽ, ഈ ഒരു വര ഇപ്പം ഇങ്ങനെ പോയെങ്കിൽ നമുക്ക് ഇപ്പം കൊടുത്ത അളവ് മാറും. അതുകൊണ്ടാണ് ഞാൻ ഏത് അളവ് വെക്കാൻ വേണ്ടി നമുക്ക് തീറ്റ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തീറ്റ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു വരയുടെ ചെരിവ് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എം സമം ടാൻ തീറ്റയാണ്. ഓക്കെ, ടാൻ തീറ്റയാണ് ഈ ഒരു വരയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്, വരയുടെ ചെരിവ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പം നമുക്കിപ്പം 60 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ ഈ ഒരു എന്താ പറയുക വരയുടെ ചെരിവ് എന്ന് പറഞ്ഞാൽ ടാൻ 60 ആയിരിക്കും. ഓക്കെ, ടാൻ 60 ആയിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ടാൻ 60 ഡിഗ്രി കോണുള്ളതിൽ ആ ഒരു ചെരിവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എം സമം ടാൻ 60 ആണ്. ഓക്കെ, ടാൻ 60 നിങ്ങൾ ടെക്നോമെട്രി പഠിച്ചിട്ടുണ്ട്. ടാൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 ആണ്. ഓക്കെ, √3 ആണ് ടാൻ 60 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സെറ്റാന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് കുറച്ച് ടഫ് ആക്കുവാണെങ്കിൽ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ടഫ് ആക്കുവാണെങ്കിൽ, കുറച്ചൊരു മേലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു എന്താ പറയുക ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. 150 ഡിഗ്രി തന്നിട്ട് നമുക്ക് ഈ ഒരു വരയുടെ ചെരിവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും ടാൻ 150 എഴുതി വെക്കരുത്. അങ്ങനെയല്ല, നമുക്ക് ഇവിടുത്തെ കോണളവാണ് വേണ്ടത്. ഈ ഒരു ഭാഗത്തെ കോണളവാണ് വേണ്ടത്. ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത് 180 മൈനസ് 150 ചെയ്യണം, സമം 30 ഡിഗ്രി കിട്ടും. 30 ഡിഗ്രി കിട്ടും, കാരണം ഇത് രേഖീയ ജോഡിയാണ്. സോ 30 ഡിഗ്രി 30 150 കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. 180 കിട്ടുന്നതുകൊണ്ട് ഇത് രേഖീയ ജോഡിയാണ്. അപ്പോൾ 30 ഡിഗ്രി കിട്ടി നമുക്ക്. അതല്ല ഉത്തരം വേണ്ടത്. ടാൻ 30 ആണ് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ടാൻ 30 ആണ് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ടാൻ 30 നിങ്ങൾക്ക് ടെക്നോമെട്രി പഠിച്ചാണ്. അതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് അറിയാവുന്നവരെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇവിടുത്തെ മെയിൻ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിലെ മെയിൻ കൺസെപ്റ്റ് കുറച്ചു മുമ്പ് പറഞ്ഞത് എക്സാമിന് ചോദിക്കുമെങ്കിലും അധികം ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും അങ്ങനെ പല രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. സോ മറ്റേ ടാൻ 60 ആ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലും വളരെ വിരളമാണ് അത് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് രണ്ട് ബിന്ദു തന്നിട്ടുണ്ട്, അതിലൂടെ ഒരു വരയിൽ പോയിട്ടുണ്ട്. രണ്ട് ബിന്ദുവിന് x1 y1 x2 y2 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വരയിലെ സ്ലോപ്പ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നാണ്. ഓക്കെ, വരയിലെ സ്ലോപ്പ് കാണാൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന ടോപ്പിക്കാണ്. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഇതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ രണ്ട് ബിന്ദുവും കൂടെ ചേർത്ത് ഒരു ത്രികോണം വരയ്ക്കുന്നു. അതായത് ഇങ്ങനെ നമ്മളൊരു ത്രികോണം വരയ്ക്കുന്നു. ഇങ്ങനെ ത്രികോണം വരയ്ക്കുന്നത് ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടും. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ഇതൊരു 90 ഡിഗ്രി ആംഗിൾ ആണ്. അത് നമുക്ക് അവിടെ വിഷയമില്ല. പിന്നെയുള്ളത്, നമുക്ക് ഇവിടെ ഒരു കോണളവുണ്ട്. ആ എത്ര കോണവളം നമുക്കറിയത്തില്ല. അപ്പം കോണവളം അറിയാത്തപ്പോൾ നമ്മൾ അവിടെ തീറ്റ എന്ന് കൊടുക്കുന്നു. തീറ്റ എന്നോ അല്ലെങ്കിൽ എക്സ് എന്നോ നിങ്ങൾക്ക് വേണ്ട ആ ഒരു അനുസരിച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. തീറ്റ ഞാൻ കൊടുക്കുന്നു. അപ്പൊ തീറ്റ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. പിന്നെ നോക്കേണ്ടത്, ഇവിടെ ഒരു ബിന്ദു ഉണ്ട്. ഈ ഒരു ബിന്ദു നിങ്ങൾ കാണാം. ഈ ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ എത്ര എന്ന് കണ്ടുപിടിക്കണം. x1ഉം y1ഉം മറ്റേ അറ്റത്തുണ്ട്, മേളിൽ x2 y2 ഉണ്ട്. അവിടെ നോക്കുക, ഇവിടുന്ന് ലംബമായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇവിടുന്ന് നേരെ മേളിലാണ് x2 y2 വരുന്നത്. അപ്പം നേരെ മേലോട്ട് വരയ്ക്കുമ്പം ഇവിടുന്ന് എക്സ് മാറത്തില്ല. ഓക്കെ, എക്സ് മാറത്തില്ല. സോ x2, പിന്നെ ഇവിടുന്ന് വരുമ്പം y മാറത്തില്ല. സോ x2 y1 എന്നാവും ഇവിടുത്തെ കോണളവ്. ഓക്കെ, x2 y1 ആണ് ഇവിടുത്തെ കോണളവ് എന്ന് പറയുന്നത്. x2 y1 ഇത്രയും കൺസെപ്റ്റ് റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കൺസെപ്റ്റ് റെഡി ആണെങ്കിൽ മുൻപോട്ട് പോവാം. ഇവിടെ x2 y1 പ്രതീക്ഷിക്കുന്നു. പിന്നെ നോക്കുക, ഈ ഒരു ബിന്ദുവും തമ്മിലുള്ള നീളം കാണാൻ മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം. x2 മൈനസ് x1 ബൈ y2 മൈനസ് y1 എന്ന ഇക്വേഷൻ നമ്മൾ സൂചക സംഖ്യ കോർഡിനേറ്റ്സ് എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടുത്തെ രണ്ടിന്റെയും y തുല്യമാണ്. രണ്ടും y1 ആണ്. സോ നമുക്ക് y ഉം വെട്ടിപ്പോകും. നമുക്ക് x2 മൈനസ് x1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കിട്ടുന്നത്. x2 മൈനസ് x1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അതുപോലെ മേളിലും x രണ്ട് സെയിം ആയതുകൊണ്ട് y2 മൈനസ് y1 എന്ന് പറയുന്ന ആ ഒരു അകലം, y2 മൈനസ് y1 എത്രയാണോ അതാണ് ആ ഒരു വരയുടെ അകലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ടാൻ തീറ്റ. ഈ തീറ്റ ഇവിടുത്തെ ചെരിവ് കാണണമെങ്കിൽ ടാൻ തീറ്റയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ടാൻ തീറ്റയാണ്. ഇവിടുത്തെ ടാൻ എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശമാണ്. എതിർവശം എന്ന് പറയുന്നത് y2 മൈനസ് y1 ആണ്. സമീപവശം എന്ന് പറയുന്നത് x2 മൈനസ് x1 ആണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പം കൺസെപ്റ്റ് റെഡിയാന്ന് വിചാരിക്കുന്നു. അതെങ്ങനെ കിട്ടി എന്നുള്ള ടോപ്പിക്ക് ഇത് ക്ലിയർ ആക്കിയെന്ന് വിചാരിക്കുന്നു. ചുമ്മാ കാണാൻ പഠിച്ചു പോകരുത്. ഇക്വേഷൻ കാണാൻ പഠിച്ചു പോയ നിങ്ങൾക്ക് തലയിൽ ഉറക്കത്തില്ല. നിങ്ങൾക്ക് പരീക്ഷ വരുമ്പോൾ നിങ്ങൾ നോക്കിയിരിക്കും. അതുകൊണ്ട് കൺസെപ്റ്റ് റെഡിയാക്കി പഠിക്കാം. മറ്റേ ടാൻ തീറ്റയും അതുപോലെ ഈ ഒരു ഇക്വേഷനും കണക്ട് ചെയ്ത് പഠിക്കുക എന്നാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ട്, 2,4 3,8. ഇതിന്റെ ചെരിവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വരയുടെ ചെരിവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2,4 ഉണ്ട്, അതുപോലെ തന്നെ 3,8 ഉണ്ട്. ഓക്കെ, 3,8 ഉണ്ട്. 3,8 ഉണ്ട്. നമുക്കറിയാം m എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. ഇവിടെ നോക്കാം, m കണ്ടുപിടിക്കാൻ y2 എന്ന് പറയുന്നത് 8 ആണ്. 8 മൈനസ് 4 ബൈ x2 എന്ന് പറയുന്നത് 3, x1 എന്ന് പറയുന്നത് 2. അപ്പം 3 മൈനസ് 2. അപ്പം 8 മൈനസ് 4 എന്ന് പറയുന്നത് 4 ആണ്. 3 മൈനസ് 2 എന്ന് പറയുന്നത് 4 ബൈ 1. അതാണ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇതൊരു സിമ്പിൾ ട്രിക്കോടെ നിങ്ങൾക്ക് ചെരിവ് അത് നിങ്ങൾക്ക് ലിയോൺ SSLCയിൽ നിങ്ങൾക്ക് തരുന്നൊരു ട്രിക്കാണ്. അവിടെ നോക്കുക, ഇവിടുത്തെ പറഞ്ഞ y2 മൈനസ് y1 നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാതെ കിട്ടും. ഈ 8ൽ നിന്ന് 4 കുറച്ചാൽ ഇവിടെ 4 കിട്ടും. അതുപോലെ 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്ത ബിന്ദു കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ബിന്ദു, അതായത് 3,8 ശേഷം ഇതേ ചെരിവിൽ പോകുമ്പോൾ കിട്ടുന്ന ബിന്ദു ഏതാണെന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. അത് കുറച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 8ൽ നിന്ന് മേളിരിക്കുന്നത് ഇപ്പം 4,1 എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേറൊരു രീതി ചെയ്ത് നോക്കുമ്പോൾ 3,2 എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു.
അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൂട്ടേണ്ട ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് ഈ മേളിൽ കിടക്കുന്ന ഈ ഒരു സംഖ്യയാണ് കൂട്ടേണ്ടത്. വൈയുടെ കൂടെ ഈ ഒരു സംഖ്യ കൂട്ടുക, എക്സിന്റെ കൂടെ ഈ ഒരു സംഖ്യ കൂട്ടുക. ഓക്കെ, വൈയുടെ കൂടെ ഈ ഒരു സംഖ്യ കൂട്ടുക, എക്സിന്റെ കൂടെ താഴെ കിടക്കുന്ന സംഖ്യയാണ് കൂട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ബിന്ദു കിട്ടുന്നതായിരിക്കും. അപ്പം വഴിയെ വരുന്നുണ്ട്, അപ്പം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. 5,3 8,4. ഓക്കെ, 5,3 8,4. നമുക്ക് അറിയാം y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. ഞാൻ ഇക്വേഷൻ ഇനി എഴുതുന്നില്ല. അപ്പം 8,4ഉം 5,3 ആണ്. അപ്പോൾ 4 മൈനസ് 3 ബൈ 8 മൈനസ് 5. 4 മൈനസ് 3 എന്ന് പറയുന്നത് 4 മൈനസ് 3 എന്ന് പറയുന്നത് 1 ആണ്. 8 മൈനസ് 5 എന്ന് പറയുന്നത് 1/3 ആണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതി കിട്ടുവാണെങ്കിൽ അടുത്ത ബിന്ദു എന്ന് പറയുന്നത് 4 പ്ലസ് 1 ആവും. അതായത് 5 ആണ്. 8 പ്ലസ് 3 എന്ന് പറയുന്നത് 11 ആണ്. സോ 11,5. എന്താ പറയുക, അടുത്ത ബിന്ദു ഈ ഒരു വരയിലൂടെ പോകുന്ന അടുത്ത ബിന്ദു അല്ല, ഈ ഒരു ഇതേ ചെരിവിൽ പോകുന്ന ബിന്ദുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബിന്ദു ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പുറകോട്ട് എഴുതാം. ഓക്കെ, -1 -3 എന്ന് എടുത്താലും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ഇക്വേഷൻ കിട്ടും. അതായത് -1 3 -1 എന്ന് പറയുമ്പോൾ 2 ആവും. 5 -3 എന്ന് പറയുമ്പോൾ അതും 2 ആവും. സോ 2,2 ആണ് ഇതിനു മുമ്പുള്ള ഒരു ബിന്ദു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ കൺസെപ്റ്റ് റെഡി ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ ഞാൻ പറയുന്നു 1,3 2,5 3,7 എന്നിവ സെയിം ലൈൻ ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളം മീഡിയക്കാർക്കാണ് ഞാൻ പറയുന്നത്. 1,3 2,5 3,7 എന്ന 3 ബിന്ദുക്കൾ ഒരേ വരയിലാണെന്ന് തെളിയിക്കുക. Prove that the points 1,3 2,5 3,7 are on the same line. അവിടെ എങ്ങനെ തെളിയിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഒരു പോയിന്റ് ഉണ്ട് 1,3, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 2,5, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 3,7. എടാ ഞാൻ പറയട്ടെ, ഒരേ വരയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എന്ത് കാണത്തില്ല, ഓക്കെ, ഇവിടുത്തെ ചെരിവും തുല്യമായിരിക്കും. ഓക്കെ, ഇവിടുത്തെ എമ്മും തുല്യമായിരിക്കും. M1ഉം M2ഉം തുല്യമായിരിക്കും. അങ്ങനെ ചെരിവ് തുല്യമാണെങ്കിൽ ഇവ ഒരേ ലൈനിലാണെന്ന് നമുക്ക് പറയാം, ഒരേ വരയിലാണെന്ന് നമുക്ക് പറയാം. ചെരിവ് തുല്യമാണോ നമുക്കൊന്ന് നോക്കാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. ഇവിടുത്തെ ചെരിവ് നോക്കുമ്പോൾ 5 മൈനസ് 3 ബൈ 2 മൈനസ് 1 ആണ്. അത് ഇവിടുത്തെ 7 മൈനസ് 5 ബൈ 3 മൈനസ് 2 ആണെന്ന് തെളിയിക്കാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കുക, 5 മൈനസ് 3 എന്ന് പറയുന്നത് 5 മൈനസ് 3 നമുക്ക് അപ്പുറത്ത് 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പുറത്ത് 2/1 കിട്ടിയായിരിക്കും ശരിയാകും. 7 മൈനസ് 5 എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് 3 മൈനസ് 2 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇത് രണ്ടും ഒരേ വരയിലാണ്, ഹെൻസ് പ്രൂവ്ഡ് ആണ്. ഓക്കെ, ഒരേ വരയിലായതുകൊണ്ട് ഇത് നമ്മൾ തെളിയിച്ചിരിക്കും. ഇത് രണ്ടിനും ഇവിടുത്തെ ചെരിവ് തുല്യമായതുകൊണ്ട് ഒരേ വരയിലാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ചെരിവ് കണ്ടുപിടിക്കുക. ഇവിടുത്തെ ചെരിവ് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് 2,1 രണ്ടും ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ 5 + 2 7 ആവും. 2 + 1 3 ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെരിവ് തുല്യമാണെന്നും പറയാം. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് ഞാൻ ഒരു സൈറ്റിൽ കയറിയപ്പോൾ കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1,5 2,3 എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയിലെ മറ്റൊരു ബിന്ദു ഏത്? ഫൈൻഡ് അനദർ പോയിന്റ് ഓൺ ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ്സ് 1,5 ആൻഡ് 2,3. അതായത് 1,5 2,3 എന്ന ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയിലെ മറ്റൊരു ബിന്ദു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 0,6 4,0 3,1 3,2. നിങ്ങൾക്ക് ഒരു ഫസ്റ്റത്തെ ആ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ആ ഒരു ഇതിലായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഓപ്ഷൻ വെച്ച് ചോദിക്കുമ്പോൾ ആ ഒരു കാറ്റഗറിയിലായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 1,5 2,3 ആണ്. ഓക്കെ, 1,5 2,3 ആയിട്ട് നമുക്ക് ചെലവെടുക്കാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. സോ 3 മൈനസ് 5 ബൈ 2 മൈനസ് 1. 3 മൈനസ് 5 എന്ന് പറയുമ്പോൾ -2. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1. -2 ബൈ 1 ആണ് ഇതിന്റെ ചെരിവ്. ഈ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരയിലെ ചെരിവ് എന്ന് പറയുന്നത് -2/1 ആണ്. -2/1 ചെരിവുള്ള മറ്റൊരു ബിന്ദു കൂടെ കിട്ടുവാണെങ്കിൽ ഈ വരയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരയിലെ മറ്റൊരു ബിന്ദുവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ,
നമുക്ക് 2,3 എടുക്കാം. 2,3 എടുക്കുമ്പം 2,3യിലെ -2/1 എന്ന ചെരിവ് വരുന്ന മറ്റൊരെണ്ണം നോക്കാം. 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. 2 അതായത് നമുക്കിത് മാറ്റി എഴുതാം. 2,3 ഇതിൽ നമുക്ക് ചെരിവ് -2/1 ഉണ്ട്. ഓക്കെ, -2/1 ഉണ്ട്. 3 - 2 നോക്കുക, 2 + 1 നോക്കുക. 3 - 2 നോക്കുമ്പം 1 കിട്ടും. 2 + 1 പറയുമ്പോൾ 3 കിട്ടും. ഓക്കെ, 1/, ഇങ്ങനെയല്ലല്ലോ എഴുതണ്ടേ, സോറി. അപ്പം 3 - 2 എന്ന് പറയുമ്പോൾ 1 കിട്ടും. 2 - 1 2 + 1 എന്ന് പറയുമ്പോൾ 3 കിട്ടും. സോ 3,1 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, 3,1 ആണ് ഇവിടുത്തെ ആൻസർ. പിന്നെ നമുക്ക് അല്ലാതെ വരുമെന്ന് നോക്കാം. 1,5 ഉണ്ട്. 1,5 നിന്ന് -2 പോവുകയാണെങ്കിൽ 5 - 2 3 ആകും. 1 + 1 2 ആകും. 2,3 ഉണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, 2,3 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കണം, -ഇട്ട് നോക്കണം. -ഇട്ട് നോക്കുമ്പം ഇവിടുത്തെ മൈനസ് പ്ലസ് ആവും, ഇവിടുത്തെ ഇത് മൈനസ് ആവും. സോ +2 വരുമ്പോൾ 5 7 ആകും. പിന്നെ 1 -1 വരുമ്പോൾ 0 ആകും. 0 7 ഈ ഒരു വരയിലെ ബിന്ദുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 2 എണ്ണം കണ്ടുപിടിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം കണ്ടുപിടിക്കാൻ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നമുക്ക് മധ്യബിന്ദു എന്ന് പറയുന്ന ടോപ്പിക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബിന്ദു കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് അത്രയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ മധ്യബിന്ദു കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, ഇതിന്റെ മധ്യബിന്ദു കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഒരു മധ്യബിന്ദുവിന്റെയും ഈ ഒരു പോയിന്റ് മധ്യബിന്ദു പിന്നെയും കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 3 ബിന്ദുക്കൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇന്ന് കൂടുതൽ കൺസെപ്റ്റ് ആണ് പറയുന്നത്, കാരണം ക്വസ്റ്റ്യൻസ് കിട്ടാൻ കുറച്ച് ഭയങ്കര പാടാണ്. പിന്നെ എന്താ, ഞാൻ കയ്യിൽ നിന്നിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുന്നത്. സോ പിന്നെ ഒരു കൺസെപ്റ്റ് ഞാൻ കുറെ നാളെ ഈ ഒരു മാസ്റ്റർ സീരീസിന്റെ വീഡിയോ ഉണ്ട് പൊടി തട്ടി എടുക്കാൻ വേണ്ടി പെട്ടെന്ന് കൺസെപ്റ്റ് ഇതാക്കിയാണ്. ക്വസ്റ്റ്യൻസ് എടുക്കാൻ ഉള്ള സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ പിന്നെ മാസ്റ്റർ സീരീസിന്റെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ SSLC പഠിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. സോ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.